എൻ്റെ പേര് ഉസ്മാൻ ദാരിമി. വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ പന്തിപ്പൊയിൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അറിയാവുന്നവരായിരിക്കണം ഏകദേശമുള്ളവരും. ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. ഞാനൊരു നേരത്തെ അധ്യാപന മേഖലയിലാണെങ്കിലും പള്ളികളിലും പ്രഭാഷണങ്ങളിലായും അതേപോലെ ഒരു ടൂർ ഓപ്പറേറ്റ് ഉംറ, ഹജ്ജ്, അതിനൊക്കെ അമീറൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന പരിപാടികളൊക്കെയാണ്. അതിനിടയിൽ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്, പലതിലും ഇടപെട്ടിട്ടുണ്ട്. അതിൽ ചെയ്യുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് ഈ ബിസിനസ് തന്നെ പരിചയപ്പെടുത്തിയിരുന്നു. അന്നും അത് ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസ്ഥ നമ്മളിത് ഉണ്ടായിരുന്നില്ല. അത് ചുറ്റുപാടിലായിരുന്നില്ല എന്ന് പറയണം. തീർച്ചയായും എന്താന്ന് പഠിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ അന്നും തയ്യാറായില്ല. പിന്നീടാണ് ഒരു കൊറോണ കാലയളവിൽ, നമ്മുടെ ഈ കൊറോണ കാലയളവിൽ എൻ്റെ ഉമ്മാക്ക് കൊറോണ ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഈ വിഷയം പറഞ്ഞ് എന്നെ വിളിക്കുന്നതും, എന്നെ വിളിച്ചത് ബിസിനസ്സുണ്ട്, ഇങ്ങനെ സാധനമുണ്ട്, കൊറോണയെ പ്രതിരോധിക്കാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റിയ വളരെ നല്ല സാധനമാണ്, നിങ്ങളെല്ലാവരും ഇത് വാങ്ങിച്ച് കഴിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് അയാൾ വിളിച്ചത്. എന്നിട്ട് അയാൾ പറയുകയും ചെയ്തു ഇതൊക്കെ നല്ലൊരു കച്ചവടം കൂടിയാണെന്നൊക്കെ പറഞ്ഞു. ഏതായാലും വിളിച്ചിട്ട് അയാളൊരു നമ്പർ തന്നത് നമ്മുടെ നാദാപുരം സയ്യിദ് മുഹമ്മദ് ഷാഫി തങ്ങളുടെ നമ്പറായിരുന്നു. വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രതികരിച്ചു, സംസാരിച്ചു. ഞാൻ ഫാത്തിമ ഹോസ്പിറ്റലാണ് ഉള്ളത്. ആ സമയത്ത് എവിടെയാണെന്നൊക്കെ അഡ്രസ്സൊക്കെ ചോദിച്ച് വിളിച്ച് കുറഞ്ഞ സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ അവര് നൗഫൽ സാറും തങ്ങളും കൂടെ ഇങ്ങനെ വയനാട്ടിലേക്ക് വരിക ചെയ്തത്. വരുന്ന സമയത്ത് അതിശക്തമായ നിയന്ത്രണമുള്ള സമയമായിരുന്നു. ആ നിയന്ത്രണം കൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ അനുവദിക്കാത്ത സമയം. യാത്ര ചെയ്താൽ അതിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാൽ ക്വാറന്റൈനിൽ കിടക്കേണ്ട ഒരു ടൈം. അവര് കുറ്റിയാടി ചരം വഴി വരുമ്പോൾ പക്കളന്നിടത്ത് വെച്ച് പോലീസ് തടുക്കുകയും അവർ ഈ പ്രൊഡക്റ്റ് ആണ്, ഇത് കൊണ്ടു കൊടുക്കണം. നൗഫൽ സാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒടുക്കം പോലീസുകാരോട് പറഞ്ഞത്ര ഞങ്ങളിവിടെ നിൽക്കാം, ഇത് ഇന്നൊക്കെ ആവശ്യത്തിനുള്ളതാണ്, ഇത് കൊടുത്തേ പറ്റൂ, നിങ്ങളിത് കൊണ്ടുപോയി കൊടുത്തോളി. അപ്പോഴാണ് അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര സമയം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർ കൊണ്ടുതന്നു. വീട്ടിൽ കൊണ്ടുവരുമ്പോ ഞാനില്ല, അവിടെ വെച്ചു പോയതാണ്. അത് കഴിച്ചു. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം റിസൾട്ട് കിട്ടി. അമേസിംഗ് ആയ, അത്ഭുതകരമായ, സന്തോഷകരമായ റിസൾട്ട് കിട്ടി. റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ ആ പ്രൊഡക്റ്റിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നി, ഇമ്പം തോന്നി. പിന്നീട് അതിനെ കുറിച്ച് പഠിച്ചു. സത്യത്തിൽ ആദ്യം ഇതൊക്കെ എല്ലാവരുടെയും എത്തിക്കണം എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. ഒരു അത്ഭുതം എന്ന് പറയുന്നത്, എന്നെ ഈ ബിസിനസ് അന്ന് പരിചയപ്പെടുത്തി തങ്ങളെ നമ്പർ തന്ന ആളൊന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല. അവരിപ്പോ ബിസിനസ് ചെയ്യുന്നില്ല. ഞാനിൽ ശക്തമായി ഇതിനെക്കുറിച്ച് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയും അത് പഠിക്കാൻ കഴിവിനെ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ലീഡേഴ്സിന്റെ ശക്തമായ സപ്പോർട്ട് കിട്ടിയപ്പോഴേ ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് വളരെ പ്രധാനം. ഞാനിതിനു മുമ്പ് ചെയ്ത ബിസിനസ്സുകളിലൊക്കെ ഇന്നും എന്റെ വീട്ടിൽ വന്നു നോക്കിയാൽ നമുക്ക് കാണാം 10-14 ലക്ഷം രൂപയുടെ സാധനം കെട്ടിക്കിടക്കുന്നുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് ഇസ്ലാമിക് സെന്ററിൽ വലിയൊരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു. സ്വന്തമായി തന്നെ 150ഓളം പ്രൊഡക്റ്റുള്ള 150ഓളം പുസ്തകങ്ങൾ ഇറക്കിയ കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരുടെയും പ്രഭാഷകരുടെയും രചനകളും CD-കളും ഒക്കെ ഇറക്കി ആ രംഗത്ത് ഒരു 10
90% ദാരിദ്ര്യം തീർത്തുകൊണ്ട് നടന്ന ഒരു പ്രസിദ്ധീകരണ വിഭാഗമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയായി നഷ്ടങ്ങളും മറ്റു പലരും നഷ്ടങ്ങൾ വന്നു വീട്ടിൽ കെട്ടിക്കിടക്കുന്നതിനിടയിൽ ഈ ബിസിനസ്സിൽ കടന്നു വന്നപ്പോ, ഇതൊരു കച്ചവടത്തിൽ കടന്നു വന്നപ്പോ നേട്ടങ്ങളെ പറയാനുള്ളൂ, അച്ചീവ്മെന്റുകളെ പറയാനുള്ളൂ, നട്ടൊന്നുമില്ല. അതിനേക്കാളേറെ വലിയ സന്തോഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പടിഞ്ഞാറത്തറയിൽ എൻ്റെ ഒരു പെങ്ങളുണ്ട്. അവിടുന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നമുക്കിത് കിട്ടിയ നേട്ടങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് എന്നൊക്കെ പറയുന്ന സാമ്പത്തികം മറ്റൊന്നുമല്ല, നമ്മളോട് ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു അടുപ്പുണ്ട് ചില ആളുകൾക്ക്. ഇറങ്ങി ഇങ്ങനെ വരുമ്പോ റോഡ് സൈഡിൽ പണിയെടുക്കുന്നുണ്ട്. ഈ ഫുട്പാത്ത് ഇട്ടാൻ വേണ്ടി പലക അടിക്കുന്നുണ്ട്, വാർക്കാൻ വേണ്ടി. പലക അടിക്കുന്ന പെട്ടെന്ന് അയാൾ നിന്ന് എന്നെ കണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് അയാൾ എന്റെ മുഖത്ത് ഇങ്ങനെ 2 മിനിറ്റ് നോക്കി, കുറച്ചു നേരം ഇങ്ങനെ നോക്കി, 1, 2, 3, 4 സെക്കൻഡ് നോക്കിയിട്ട്, നിങ്ങള് മൈ ലൈഫിൽ ഉണ്ടില്ലേ? അപ്പൊ ഞാൻ നിങ്ങളെവിടെയാണ്? ബത്തേരി. നിങ്ങളെ പേരെന്താ? പ്രമോദ് എന്നോ നിങ്ങളെന്തോന്ന് പറഞ്ഞു പേര്. അദ്ദേഹം പറഞ്ഞു ഞാനുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങള് അപ്പൊ നോക്കണം, അയാൾ എവിടെയാണ്, ഞാൻ എവിടെയാണ്. പക്ഷെ അയാളുടെ ആ ശൃംഖല ഏതിലാണ് എന്നുള്ള അതിലുള്ള സന്തോഷം. ഒരു കച്ചവടക്കാരനാണ്. അയാൾ ചെയ്യുന്ന അതേ കച്ചവടം ചെയ്യുന്ന ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു സന്തോഷം, ആ പരിചയം പുതുക്കുന്നു. അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ട്. നമ്മളൊക്കെ ഇന്ന് നിലവിലുള്ള ഏത് കച്ചവടം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതേ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നറിഞ്ഞാൽ, നമ്മുടെ അടുത്തോ തൊട്ടടുത്തോ ആണെങ്കിൽ പ്രത്യേകിച്ചും നമുക്ക് അവരോട് ചിലപ്പോൾ ചിരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരു വെറുപ്പുണ്ടാക്കുക. തരം കിട്ടിയാൽ പ്രയാസം ഉണ്ടാകുന്ന പോലത്തിലാണ് പല കച്ചവടം. ഇതിൽ വ്യത്യസ്തമാണ്. നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുന്ന, നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുന്ന, നല്ല കൂട്ടായ്മകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന, നല്ല സംസ്കാരങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ് അവസരമാണെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് എന്തുകൊണ്ട് ഈ കച്ചവടത്തിൽ വലിയ നേട്ടങ്ങളില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം നമ്മളൊരു ബിസിനസ്സുകാരനാണ്, ഒരു കച്ചവടക്കാരനാണെന്ന ഒരു ബോധ്യം നമുക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വന്നില്ല എന്നുള്ളതാണ്. കച്ചവടക്കാരനാകുമ്പോ ആ കച്ചവടക്കാരന്റെ മനോഭാവത്തിലേക്കും ആ കച്ചവടക്കാരന്റെ സ്വഭാവത്തിലേക്കും നമ്മൾ മാറണം. നമ്മളിന്ന് ആരുടെയെങ്കിലൊക്കെ സങ്കടം കേൾക്കുമ്പോഴത്തേക്ക് ആ ഖേദത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു കച്ചവടക്കാരന്റെ മനോഭാവത്തോടു കൂടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പല പ്രയാസങ്ങൾക്ക് പരിഹാരം. ഞാനത് വിശദീകരിക്കുന്നില്ല. മറ്റു നിലയും ഇതൊരു കച്ചവടമാണ്, അതും ശരിയായി ചെയ്യുന്ന ഒരു കച്ചവടമാണെന്നും നേരെ ചൊവ്വ ചെയ്യാൻ പറ്റുന്ന ഒരു കച്ചവടമാണെന്നും ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് രക്ഷപ്പെടുത്താൻ പറ്റുന്നു, നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ബോധ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനം. കച്ചവടം എന്ന് പറഞ്ഞാൽ ചലനാത്മകമായ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ ഒരു ഏർപ്പാട് കച്ചവടമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് ചെയ്യാം, അങ്ങാടികളിൽ ചെയ്യാം, നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ ചെയ്യാം, എന്ത് ഏർപ്പാട് ചെയ്യുന്ന ആളുകൾക്കും, ഉദ്യോഗസ്ഥന്മാരാവട്ടെ, മറ്റ് അധ്യാപകന്മാരാകട്ടെ, സ്വസ്ഥമായി വീടുകളിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഹൗസ് വൈഫ് സ്ത്രീകളാവട്ടെ, ആർക്കും എങ്ങനെയും ചെയ്യാൻ പറ്റാവുന്ന, നല്ല നിലയിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏർപ്പാടാണ് നമ്മുടെ ഈ കച്ചവടം. നല്ലത് സപ്ലൈ ചെയ്യുന്ന ഒരു കച്ചവടം, നല്ല സംസ്കാരം കൊടുക്കുന്ന ഒരു കച്ചവടമാണ്. അതിനുണ്ടാകേണ്ട ആദ്യം നമ്മളൊരു കച്ചവടക്കാരനാണ്. അത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതി. ഇപ്പൊ അടുത്തൊരു സംഭവം ഇങ്ങനെ നമ്മൾ കണ്ടില്ല. നമ്മുടെ കച്ചവടത്തിന്റെ രീതി നമുക്കറിയാം, നമ്മൾക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഒറ്റക്കല്ല, കൂട്ടമായി ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. കൂട്ടമായി ചെയ്യുക, കൂട്ടമായി ആളുകൾ ഉണ്ടാകുക, കൂട്ടമായി സൗകര്യങ്ങൾ അതിനെ ഉറപ്പുവരുത്തുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനം. ഞാൻ ഡോക്ടർ അഹമ്മദ് കുട്ടി അജ്ഫാൻ ഷോറൂമുകൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അജ്ഫാന്റെ അദ്ദേഹം വലിയ കച്ചവടക്കാരനായതിലെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരനായി. ഇന്ന് കേരളത്തിൽ അദ്ദേഹം മറ്റാരും എടുക്കാത്ത തരത്തിലുള്ള വാഹനം എടുക്കണമെന്ന് അങ്ങനെ എടുക്കുകയും അത് ഓടിക്കുകയും ഒക്കെ ചെയ്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി പറയുന്നിടത്ത് ഞാൻ പറയുന്നത് കേട്ടു. ആദ്യമായി തന്റെ ഉള്ള ഇരിപ്പിടവും വീടും ഒക്കെ എല്ലാം വിറ്റ് തന്റെ കുടുംബത്തെ ഒരു വാടക വീട്ടിലാക്കിയിട്ടാണ് അയാൾ വിദേശത്തേക്ക് പറഞ്ഞത്. അത്രേ. ഇത് പറയുന്നത്
നമ്മൾ ഈ കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ക്ഷീണവും ഒരു നഷ്ടവും ഒരു പ്രയാസം സഹിക്കാൻ നമ്മൾ തയ്യാറല്ല. നമുക്ക് ഇൻകം ഉണ്ടാകണം, കച്ചവടക്കാരനാകണം. അതിന് വരുന്ന ഒരു തേൻ അല്പം കുടിക്കണമെങ്കിൽ, തേനീച്ച കൂട്ടിൽ നിന്നെടുത്ത് കുടിക്കണമെങ്കിൽ ഒരു തേനീച്ചയുടെ കൂത്ത് കൊള്ളാതെ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ബിസിനസ്സിൽ നമുക്ക് ഒരു പ്രയാസം, ഒരു വിഷമവും സഹിക്കാൻ കഴിയില്ല എന്ന് പലരുടെയും സംസാരങ്ങളും ഇടപെടലും ഒക്കെ നമുക്ക് മനസ്സിലാക്കി. അത് മാത്രമല്ല, നമ്മുടെയൊക്കെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരാളും നമ്മൾ ചെന്നാൽ ഒന്നും പറയരുത്, എനിക്ക് വേണ്ട, ഇത് പേസ്റ്റ്, പിന്നെ നമ്മൾ കുറെ കാലമായി നിങ്ങൾ പേസ്റ്റ് ഉപയോഗിക്കുന്നു, നിങ്ങളിപ്പോ ഒരു പുതിയ കാര്യമൊക്കെ ആയിട്ട് വന്നു, 25 കൊല്ലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഒരു കുഴപ്പമില്ല, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പൊ നിങ്ങൾ ആദ്യം വരും എന്നൊക്കെ പറയണ്. അതിലെങ്കിൽ നിങ്ങൾ സോപ്പ്, ഇങ്ങനെ നമ്മൾ പറയുന്ന സാധനത്തെ കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടാക്കണം. ഇത് ഒരുപാട് ആൾ തുടങ്ങിയ കച്ചവടമാണെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാക്കണം. നമ്മളെ നിരസിക്കുന്ന ആള്, നമ്മൾ 10 പേരോട് പറയുമ്പോ ഒരാളെ നമ്മൾ സ്വീകരിക്കാവൂ, എന്നാലേ നമ്മൾ ഇങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. എല്ലാരും ചെല്ലുന്നപ്പോഴേ തന്നെ നമ്മുടെ ബിസിനസ്സിന് മാത്രം നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ സ്വീകരിക്കണം, ബിസിനസ് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റെടുക്കണം. നമ്മളെ ജ്യേഷ്ഠനല്ലേ, നമ്മളെ അനുജനല്ലേ, നമ്മുടെ കുടുംബമല്ലേ, നമ്മുടെ അമ്മമാരല്ലേ, നമ്മുടെ മരുമക്കളല്ലേ, ഇവർക്കെന്താ ഞാൻ പറഞ്ഞ എന്നൊന്നും നമ്മൾ വാശി പിടിക്കരുത്, അവരൊന്നും സ്വീകരിക്കരുത്. എന്നിട്ട് ഇങ്ങനെ സാവധാനം ഉണ്ട്, ഒരു സ്വീകരിച്ചു വരുമ്പോ അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഇദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ പോയി അദ്ദേഹം ഒരുപാട് ബംഗാളികളും അതേപോലെ തന്നെ പാകിസ്ഥാൻകാരും മലയാളികളുമുള്ള വലിയൊരു ക്യാമ്പിലേക്കാണ് അയാൾ ചെന്നപ്പെടുന്നത്. അയാൾ ചെന്നിറങ്ങി. അവിടെ പന്നൊക്കെ ഈ കത്തയക്കൽ സംവിധാനമാണല്ലോ. എല്ലാ ജോലിക്കാരും, അധികം ആളുകളും, 2000 പേരുള്ള ക്യാമ്പില് പലരും കത്തെഴുതി വെച്ചിട്ടുണ്ട്. പാസ്പോർട്ട് കഫീലിന്റെ കയ്യിലായതുകൊണ്ട് പുറത്തിറങ്ങി സ്റ്റാമ്പ് വാങ്ങി വരാൻ പ്രയാസപ്പെടുന്ന ആളുകൾ അയാൾ ഇങ്ങനെ കാണുക. അതിങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് അവിടുന്ന് അയാൾ കാശ് സ്വരൂപിച്ചിട്ട് സ്റ്റാമ്പ് വേണ്ട ആളുകളെ കൊണ്ട് ഇറങ്ങിയ സമയം തന്നെ സ്റ്റാമ്പ് വേണ്ട ആളുകളെ പരിഹരിച്ച് അവർക്ക് വേണ്ടി സ്റ്റാമ്പ് വാങ്ങാൻ 10-200 ദിർഹംസും എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് അയാൾ പുറത്തു പോയി സ്റ്റാമ്പ് വാങ്ങിച്ചുകൊണ്ടുവന്നിട്ട് ഓരോ സ്റ്റാമ്പിന്റെ മുകളിൽ 10 ഹലാല് വെച്ച് ഉണ്ടാക്കിയിട്ട് അതിന്റെ വരുമാനം ഉണ്ടാക്കിയതും ആ ഏർപ്പാടാക്കി ഇവർ കഥ പറഞ്ഞു ഓർത്ത്. എന്താ ഇത് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടാകുമ്പോ, ഒരു കച്ചവടക്കാരന്റെ മൈൻഡ് ഉണ്ടാകുമ്പോ നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരമായി ഇതെങ്ങനെ വിറ്റ് കാശാക്കാൻ കഴിയും, ഇത് നല്ല നിലക്ക് ആർക്കെങ്കിലും എത്തിക്കാൻ കഴിയും എന്ന് ആലോചിക്കുന്നവരായി നമ്മൾ അങ്ങനെ ഉണ്ടാകേണ്ടത്. നമുക്കിതൊരു ബിസിനസ് ആയിട്ട് കണ്ടാൽ, നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ചിലപ്പോ ചില ഇടങ്ങളിൽ നമ്മൾ ചെന്ന് അവരോട് ബിസിനസ് ഒക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ടു, എന്നിട്ട് പിന്നെ അവരോടൊന്ന് സങ്കടം പറയും, പ്രയാസം പറയും. പിന്നെ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, പിന്നെ ഒരു 5 പൈസ കയ്യിലില്ല. അയാളുടെ ഒരുപാട് പ്രാരാബ്ധങ്ങള്, പ്രയാസങ്ങള്, അവിടെ പോയത് ഇവിടെ പോയതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നമ്മളിങ്ങനെ സങ്കടം തോന്നുന്ന തരത്തിലേക്ക് ഇങ്ങനെ വരും. സങ്കടമൊക്കെ വരണം, ഖേദം വരണം. പക്ഷെ അവർ രക്ഷപ്പെടാൻ, ഈ പ്രയാസം രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് നമ്മൾ കൊടുക്കുന്ന. നമുക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറുതെ കൊടുത്തെന്നായിക്കോട്ടെ, നിങ്ങളൊരു പേസ്റ്റ് ഇങ്ങനെ വെച്ചോളൂ, ഞങ്ങൾ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോന്നിട്ട് അവര് വേറെ എവിടെയെങ്കിലും കച്ചവടം ചെയ്യും. ഈ വിഷയത്തിൽ അവരെ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു 5 പൈസ എടുക്കാനില്ല, 194 ഉറുപ്പ്യക്കുള്ള പൈസ നമ്മൾ 150 കൊടുത്തിട്ട് എടുക്കാനില്ല എന്ന് പറഞ്ഞ ആള്, ആ കുടുംബത്തില് നിങ്ങൾ വേണമെങ്കിൽ മാറി നിന്ന് കുറച്ച് ഇരുന്നിട്ട് ആലോചിച്ചാല് അവിടെ ചിലപ്പോ കേബിൾ കണക്ഷന്റെ പിരിവ്, അതിന്റെ കണക്ഷൻ എടുക്കുന്ന ആള്, മാസം പിരിക്കുന്ന ആള് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, നാളെ നിങ്ങളുടെ കേബിൾ കണക്ഷൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന്റെ 300, 500, 600 കൊടുക്കാൻ അവർ പൈസ ഉണ്ടാക്കും. നമ്മളൊരു അവസരം കൊടുക്കാൻ പോയി രക്ഷപ്പെടുത്താൻ പോയിട്ട് ഇപ്പോൾ നമ്മൾ ഈ സങ്കടവും കേട്ട് അവരെന്തെങ്കിലും കൂടെ കൊടുത്ത്, ഏത് ബിസിനസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സങ്കടപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ആരാണ് ചെയ്യേണ്ടത്? നമ്മളൊരു ക്ലാസ്സിൽ നിന്ന് കേട്ടതുപോലെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബന്ധുവിനെയോ നമുക്ക് വേണ്ടപ്പെട്ടവരെ, അല്ലെങ്കിൽ നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ആയി കിടക്കുന്ന ആളെ പെട്ടെന്ന് നമ്മൾ വണ്ടിയിലെടുത്ത് നേരെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വലിയ പ്രയാസപ്പെട്ട അപകട നിലയാണ്, സാരമായ പരിക്കുണ്ട്. ആ പരിക്ക് പറ്റിയ ആളെ നമ്മൾ അവിടെ കൊണ്ട് ഒക്കെ നോക്കി പിന്നെ തുടച്ച് വൃത്തിയാക്കിയപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു. ആരാണ് ഇന്നാളുടെ കൂടെ വന്ന ആളുകൾ, അവൻ കൊണ്ടുപോയ ആളുകൾ. അവരോട് പറഞ്ഞത്, ശരി, 2 ലക്ഷം രൂപ കെട്ടിവെക്കണം, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ആ പ്രയാസം ഉണ്ടാവും, ആളെ തിരിച്ചു കിട്ടാൻ പണിയാണെന്നൊക്കെ പറഞ്ഞു വലിയ ബേജാറാക്കല്.
അവൻ കൊണ്ടുവന്ന ആളുകൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യായിരുന്നു, റോഡ് സൈഡിൽ വീണ് കിടക്കുന്നുണ്ടപ്പോ കൊണ്ടുവന്നതാണ്, ഇവര് ബന്ധുക്കൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, എന്നാ പിന്നെ അഡ്രസ്സ് തെരഞ്ഞ് ബന്ധുക്കളെ പിടിക്കൂ, അങ്ങനെ പറഞ്ഞ് ബന്ധുക്കളെയൊക്കെ വരുത്തിക്കുന്നത്. പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ വന്ന ആളുകളൊന്നും കൂട്ടുകാരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും എല്ലാം വൈക്കുന്ന കണ്ടവരാണ്. റോട്ടിലൂടെ പോകുമ്പോ അപകടം കണ്ടിട്ട് കൊണ്ടുവന്നാന്ന് കണ്ടപ്പോ ഡോക്ടർക്ക് ആ 10 മിനിറ്റ് ഒക്കെ മാറി. ഉടനെ ബന്ധുക്കളെയൊക്കെ വിളിക്കാൻ സമയമായി. ബന്ധുക്കളെ എവിടെ നിന്നൊക്കെ ഒന്ന് വിളിച്ചു. ബന്ധുക്കൾ വന്നപ്പോ അവര് പറഞ്ഞു, സങ്കടപ്പെട്ട് കരഞ്ഞു പറഞ്ഞു, ഒന്നുമില്ല, അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പ്രയാസം വളരും പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ആളെ തിരിച്ചു കിട്ടണമെങ്കിൽ ഇത്ര റുപ്യ 2 ലക്ഷം റുപ്യ കെട്ടി വെക്കണം. എന്തെങ്കിലും ഒരു സങ്കടം ഡോക്ടർക്ക് ഒരു ജീവൻ കൊണ്ട് കളിക്കുമ്പോ ഒന്നും വന്നിട്ടില്ല. അയാൾക്ക് പിന്നെ 10 മിനിറ്റുള്ളത് ഒരു ദിവസം ആരും വേണ്ടിയിട്ട് പൈസ കെട്ടി വെച്ചാലേ ഓപ്പറേഷൻ നടക്കും. എവിടെയാണ് നമ്മൾ കളിക്കുന്നത്? നമ്മൾ ചെയ്യുന്നതോ ഒരു 5000 റുപ്യയുടെ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവനൊരു കച്ചവടക്കാരനാക്കി ഇനി അവനും അവന്റെ മക്കളും അവന്റെ മക്കളെ മക്കളും അവന്റെ മക്കളെ മക്കളും കൂടി രക്ഷപ്പെടാൻ ഒരു അവസരം കൊടുക്കുന്നു. ഇയാളെ നല്ലൊരു ബിസിനസ്സുകാരനാക്കുന്നു, ഇയാളുടെ പ്രയാസങ്ങൾ തീർക്കാൻ കഴിയുന്നു. അത് കൊടുക്കുന്നിടത്ത് നമ്മൾ തിരിച്ചു പോരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവന്റെ മുന്നിൽ പരാജയപ്പെടുന്നു എന്നതാണ് നമ്മുടെ ഒരവസ്ഥ. നമ്മൾ ആലോചിച്ച് നോക്കും, മനുഷ്യരായ നമ്മളെ പഠിച്ചത് തമ്പുരാൻ ഒരിടത്ത് പറയുന്നുണ്ട്, മരണവും ജനനവും സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നവരാരാണ് എന്ന് നോക്കാൻ വേണ്ടിയാണ്. നമ്മൾ രക്ഷപ്പെടും. ഏറ്റവും നല്ല കർമ്മം, ഏറ്റവും നല്ല പ്രവർത്തനം. ഏറ്റവും നല്ല പ്രവർത്തനത്തിൽ നമ്മൾ പലതും എണ്ണിയിട്ടുണ്ട്. ഒന്നിൽ പ്രധാനപ്പെട്ട എണ്ണിയ പ്രവർത്തനം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്, മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനാണ് മരണവും. നമ്മൾ ജനിച്ചത് എങ്ങനെയോ ആയി, അല്ലെങ്കിൽ ജനനങ്ങൾ നടന്നു പോകുന്നു, മുന്നോട്ട് പോകുന്ന സംഭവമൊക്കെ ശരിയാണ്. മരണത്തിന്റെ മുമ്പ് നമ്മൾ ചെയ്തു തീർക്കേണ്ടത്, ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കാണേണ്ടത്, നമ്മുടെ അടിമകളാണ്, നമ്മുടെ ഉടമയുടെ മുമ്പിൽ നമ്മൾ കാണിക്കേണ്ട ഏറ്റവും നല്ല, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്തവനായിട്ടാണ്. അങ്ങനെ തരാം. ഞാൻ അങ്ങനെ പോകുമ്പോ എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടി, അല്ലെങ്കിൽ എന്റെ കയ്യിൽ വെള്ളമുണ്ട്, ഞാൻ ഒരിടത്തിരുന്ന് ആ വെള്ളമൊക്കെ കുടിച്ചു, ഞാൻ വീണ്ടും യാത്ര ചെയ്യുന്നു. ഞാൻ ചെയ്ത നല്ല പ്രവർത്തനമാണ്. കാരണം എനിക്ക് ആവശ്യമുള്ള വെള്ളം കുടിച്ചു, ഞാൻ അങ്ങനെ പോന്നു. കുറച്ചും കൂടി കഴിഞ്ഞപ്പോ അപ്പുറത്തൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ഉമ്മ, ഒരു പ്രായം ചെന്ന ആരോ ഒന്നിങ്ങനെ വെള്ളത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ റോഡ് സൈഡിൽ ഇരിക്കുന്നവർക്ക് വെള്ളം ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള വെള്ളം അവർക്ക് കൊടുത്തു. അവർക്ക് ആ വെള്ളം ഇരുന്ന് കുടിച്ചു. കുടിച്ചു കഴിഞ്ഞ ശേഷം ഞാനും കുടിച്ചു. നല്ല പ്രവർത്തനം. ആദ്യം ഞാൻ കുടിച്ചതിനൊരു കുഴപ്പമില്ലാത്തൊരു പ്രവർത്തനമാണെന്ന് എല്ലാവരും നമ്മളൊക്കെ സമ്മതിക്കും. എന്നാൽ രണ്ടാമത് ചെയ്ത പണിയോ, ഞാൻ അവർക്ക് കൊടുത്തു, അവർ കുടിച്ചു, എന്നിട്ട് കുടിച്ചാൽ അതാണ് ഏറ്റവും നല്ല പ്രവർത്തനം. ഞാനത് വിശദീകരിക്കാത്തത്, ബുദ്ധിയുള്ളവരും ബോധമുള്ളവരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ. ആ നല്ല പ്രവർത്തനമാണ് നമ്മൾ ഇതെല്ലാത്തിനും മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവരെ സൗകര്യം ചെയ്തു കൊടുക്കുക. അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയത്. തീർച്ചയായും ഒരു ആശങ്കക്ക്, ഒരു ശങ്കക്കും വകുപ്പില്ല നമുക്ക് പറയാൻ കഴിയില്ല. അതൊരു മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം ഇട്ടെടുക്കാൻ കഴിയില്ല ഒരു നല്ല അവസരം നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അതിനുള്ള നല്ല സൗകര്യങ്ങളും സുഖങ്ങളും നമ്മുടെ മുമ്പിലില്ലേ? അത് നമുക്കുണ്ടാകേണ്ടത്, ആദ്യം ഉണ്ടാക്കേണ്ടത്, ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഞാനൊരു കച്ചവടക്കാരനാണ്, ഒരു ബിസിനസ്സുകാരനാണ് നമുക്ക് പറയാൻ. അത് ആർക്കും ചെയ്യാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു അവസരമായ ഏർപ്പാടാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകും. കച്ചവടക്കാരൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ആ കച്ചവടക്കാരുടെ രക്ഷ എന്താന്ന് നമ്മൾക്കറിയാലോ. ആ കച്ചവടക്കാരൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ള വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ എങ്ങനെയുള്ളവരാണ് നമുക്കറിയാം. അത്തരം ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു അവസരത്തിലേക്ക് ദൈവ അധീനം കൊണ്ട്, ദൈവത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പടച്ചോന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മൾ എത്തിപ്പെട്ടാൽ അതിൽ പിന്നെ പിടിച്ചു നിന്ന് അതിനു വേണ്ടി കഷ്ടപ്പെടാനും പ്രയാസപ്പെടാനും തയ്യാറാകണം. എന്തിനും ഉണ്ടാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ മെനഞ്ഞാന്ന് കോഴിക്കോട് നല്ലത്ത് പോയപ്പോഴ് അവിടെ ചെന്നപ്പോ VKC ചെരുപ്പ് ഷപ്പലൊക്കെ ഇട്ടിട്ടുണ്ടാവും. ആ ഫാമിലിയിട്ട് ഞാൻ നന്നായി അറിയുന്നവരാണ്. ഞാൻ അവിടെയാണ് ഓതി പഠിച്ചൊക്കെ. അപ്പൊ അതിൽ മുഹമ്മദ് കുട്ടിക്കുണ്ട്, അതിന് പ്രധാനിയാണ്. അയാളുടെ അനുജനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മെനഞ്ഞാ നിങ്ങളുടെ വയനാട്ടിൽ വന്നിരുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, വയനാട്ടിൽ വന്നിട്ട് കുറച്ച് സ്ഥലം എടുത്തിട്ടിട്ട് വർഷങ്ങളായി. ഇപ്പൊ ഞങ്ങളത് റിസോർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഞങ്ങൾ ഒരു 10-16 പേര് കൂടിയിട്ട് 4ന്റെയും 5ന്റെയും കോടി 5 സീഡ് അടുത്ത് ഞങ്ങൾ അതിനു വേണ്ടി ചെലവാക്കി. എന്നിട്ട് ഈ 5 കോടി ചെലവാക്കി കുറെ മുമ്പ് സ്ഥലം എടുത്തിട്ടു. ഇപ്പൊ 5 കോടി ചെലവാക്കി. ഇപ്പൊ ഞാൻ ചോദിച്ചു, മാസം ചില മാസങ്ങളിൽ 5 ലക്ഷം റുപ്യ വരുമാനം ഇൻകം ഉണ്ടാവുന്നെന്ന്. സ്ഥലത്തിന്റെ പൈസ ഒന്നും കൂടാതെ ബിൽഡിങ്ങിന് വേണ്ടി 5 കോടിയോളം ഇപ്പൊ ചെലവാക്കിയിട്ട് അവർക്ക് മാസം വരുന്ന വരുമാനം 5 ലക്ഷമാണ്. അത് ഈ കഴിഞ്ഞ മാസം ഒന്നും കിട്ടിയിട്ടില്ല. നന്നായി നടക്കുന്ന മാസം ഒരു 5 ലക്ഷം. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഇതിരിക്കുന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു 5 കോടി ഉറുപ്പ്യ സ്ഥലത്തിന്റെ പോട്ടെ, മറ്റു സ്ഥലത്തിന്റെ കൂടെ വിലങ്ങളത് കൂട്ടിക്കൊള്ളൂ. അതിന് കൂടി 5 ലക്ഷം മാസം പെർ മന്ത് തിരിച്ചു വന്നിട്ട് എത്ര കാലെടുക്കും ആ മുതലൊക്കെ ഒന്ന് തിരിച്ചു വരാൻ? എത്ര സമയം എടുക്കും ആ മുതലൊന്ന് തിരിച്ചു വരാൻ? ഈ മുടക്കിയിട്ടാണല്ലോ ഇങ്ങനെ വരേണ്ടത്. വരുന്നത് ഇങ്ങനെയാണല്ലോ, ഇത്രയാണല്ലോ, അതൊക്കെ നമുക്കറിയാലോ. ഇങ്ങനെ കാലങ്ങൾ എടുക്കണം. നമ്മൾ ഈ ബിസിനസ് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. ആഴ്ചയിൽ 2,10,000 വരെ ഒരു ഐഡിയിൽ നമുക്ക് വാങ്ങാൻ കഴിയും. അങ്ങനെ നമ്മുടെ ഒരു പാൻ കാർഡിൽ 3 ID അടിക്കാം. അതിന് നമുക്ക് അത്ര തന്നെ കിട്ടും. ഇപ്പൊ കിട്ടുന്ന ആളുകൾ പെർ മന്ത് 1 കോടി ഉറുപ്പ്യ വരെ ഇപ്പം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ എല്ലാ സ്റ്റേറ്റ്മെന്റും നമുക്ക് കാണിച്ചു തരും. അവരുടെ മുഹമ്മദ് സാറിനെ പോലത്തെ ആളുകളൊക്കെ നമ്മൾ നേരിട്ട് കണ്ട ആളുകൾ പലരും ഇതിലുണ്ട്. ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, അവരുടെ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും നമുക്കെന്ത് ചെയ്യണം? 5,000 റുപ്യക്ക് സാധനം എടുത്താൽ പിറ്റേന്ന് മുതൽ വരുമാനം, 3-ാം ദിവസം മുതൽ എന്റെ അക്കൗണ്ടിലൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങളെന്താ ചെയ്തോ? വാങ്ങിക്കൊണ്ടച്ചിട്ട് ഒരു മനുഷ്യന് സാധനം കൊടുത്തിട്ടുണ്ടല്ലോ, ഒരാളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ചെയ്യാതെ എങ്ങനെ? പിന്നെ നമ്മുടെ പരാതി എന്താണ്? ഇതിലേക്ക് വന്ന ആളുകളുടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു പരാതിയാണ്, എത്ര ആള് തുടങ്ങി എന്നിട്ട് ഇതൊക്കെ നിർത്തി അവിടെ എടുത്തിട്ട് കുറെ ആളുടെ കട്ടിലെ ചോട്ടിലുണ്ട്. ഒരാളും നിർത്താത്ത ഒരു ബിസിനസ് ആണോ മൈലൈഫിലുള്ള ആളുകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ന് ഈ ഭൂമുഖത്ത് ഒരു ഏർപ്പാടും ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. നിർത്തിപ്പോയ ഹോട്ടലുകൾ ഒരുപാടുണ്ട്, വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, വലിയ വലിയ മാളുകളുണ്ട്, ചെറിയ കൊച്ചു ഒരുപാട് കച്ചവടങ്ങളൊക്കെ നിർത്തിയ കൂട്ടത്തിലുണ്ട്. അവിടെ തന്നെ വേറെ ആള് തുടങ്ങിയവരുണ്ട്. ഇങ്ങനെ പലതുമാണ്. അങ്ങനെ തന്നെയാണ് ഈ ദുനിയാവിന്റെ ഒരു സ്ഥിതിയും. നമ്മൾ ബിസിനസ്സിന് തുടങ്ങിയ പിന്നെ ആരും നിർത്തരുത്, നിർത്തിയാൽ പിന്നെ നമ്മൾ തുടങ്ങരുത്. വാങ്ങിച്ചാൽ പിന്നെ അത് വേഗം വിറ്റോളണം, നമ്മൾ പോയാൽ പിന്നെ വേഗം വാങ്ങിച്ചോളണം. നമ്മൾ ബിസിനസ് പറഞ്ഞ അയാൾ വേഗം കയറി വരണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയാണ് നമ്മുടെ ഷർത്ത്, നമ്മുടെ കണ്ടീഷൻ. അങ്ങനെ ഒന്നൊരു കണ്ടീഷൻ നമ്മൾ ചെയ്യുമ്പോ ത്യാഗവും പ്രയാസങ്ങളും ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാണ് നമുക്കത് വരാത്ത? ഇതിനൊന്നും ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇഷ്ടപ്പെടണമെങ്കിൽ എന്താ പണി? നമ്മൾ ആദ്യമൊക്കെ ചിലപ്പോ ഒരു കല്യാണം കഴിക്കുന്ന ആളാണെങ്കിൽ അയാൾ പെണ്ണ് കാണാൻ പോയാൽ അന്ന് പെട്ടെന്നൊരു ഇഷ്ടം വരും. ഇഷ്ടപ്പെടുന്ന അതൊരു ചില ആളുകളുടെ അയാൾക്കങ്ങ് ഇഷ്ടപ്പെട്ടൊന്ന് കൂട്ടുക. അയാൾ ഇഷ്ടപ്പെട്ടു. പിന്നീട് അവരുടെ ഓരോരോ പെരുമാറ്റമനുസരിച്ച്, അതായത് അവരുടെ കുടുംബങ്ങൾ പെരുമാറുന്നത്, അവരുടെ സ്വഭാവം തിരിയുന്നത്, ഇതിനനുസരിച്ച് അവരുടെ ഇഷ്ടം കൂടി വരും. നിക്കാഹൊക്കെ ചെയ്ത് കൂടെ ജീവിക്കുമ്പോഴത്തേക്ക്, ഇണയായാൽ വീണ്ടും കൂടെ ജീവിക്കുമ്പോഴത്തേക്ക് സ്നേഹം കൂടി വരും. അവരെ കുറിച്ച് അറിയും തോറും സ്നേഹം കൂടും. പറഞ്ഞു വെച്ചപ്പോഴങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം പറഞ്ഞപ്പോ ചില ആളുകളൊക്കെ ചിലതൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടോ, അവരെ കുറിച്ച് പരാതി കേട്ടപ്പോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പൊ കൂടി ജീവിക്കാൻ തുടങ്ങിയപ്പോ അവരെ കുറിച്ച് പരാതി പറഞ്ഞാൽ നമുക്കറിയാം പരാതിക്ക് ഈ ആള് അർഹരല്ല. അപ്പൊ നമ്മൾ അറിഞ്ഞതനുസരിച്ച് അവരോടുള്ള സ്നേഹം കൂടി വരും. ഏതൊരുത്തിനും അങ്ങനെ തന്നെയാണ്. മനുഷ്യരാണെങ്കിലും ഇനിയൊരു പ്രേമമാണെങ്കിലും ആളുകൾ അയാളുടെ അടുത്ത് പെരുമാറും തോറും സ്നേഹം കൂടും. നമുക്കും ഈ ബിസിനസ്സിനോട് അല്ലെങ്കിൽ ഈ അവസരത്തോട് സ്നേഹം കൂടി നമ്മൾ കൂടുതൽ അടുക്കണം. കൂടുതൽ അടുക്കാൻ എന്താ മാർഗം? ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ ചെയ്യുന്ന ആളുകളുമായുള്ള സഹവാസങ്ങൾ, ഇതിന്റെ GTS സെന്ററുകൾ, പ്രോഗ്രാം സെന്ററുകൾ, ഇതിന്റെ RTP സെന്ററുകൾ, ഇത് നമ്മൾ സ്നേഹം വർദ്ധിപ്പിക്കും. അങ്ങനെ ഇതിനോടുള്ള മഹബത്ത്, സ്നേഹം വർദ്ധിക്കും തോറും ഇത് സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. സ്നേഹത്തോടെ ചെയ്യുമ്പോൾ നല്ല വരുമാനങ്ങൾ നമുക്ക് കിട്ടും, നല്ല നേട്ടങ്ങൾ നമുക്ക് കിട്ടും, നല്ല അംഗീകാരങ്ങൾ നമുക്ക് കിട്ടും. മെനഞ്ഞാന്ന് നമ്മുടെ സൈലസ് സാറിന്റെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ എന്റെ കൂടെ അസോസിയേറ്റ് അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ
സെലിബ്രിറ്റികളൊക്കെ ആവശ്യപ്പെടുന്ന പോലല്ലേ ഇവരെ കണ്ടിട്ട് മറ്റു മലപ്പുറത്തുള്ള മറ്റൊരു ടീം നിങ്ങളൊരു ഫോട്ടോ തരുമോ, നമ്മുടെ ഒരു സെൽഫി എടുക്കാവോ, നമുക്കൊന്നൊരു സെൽഫി എടുത്താൽ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടുന്നിടത്തിലേക്ക് കുറച്ച് സമയം കൊണ്ട് മാറുന്ന ആ ഒരു കണക്ഷൻ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് നമ്മുടെ ബിസിനസിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്, നല്ല അംഗീകാരങ്ങൾ. പക്ഷെ നമ്മളൊന്ന് അതിന്റെ കുറെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേ അതിന്റെ സുഖം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് പ്രയാസപ്പെടണം എന്നല്ല, നമുക്കത് ഉണ്ടാകുമെന്നൊരു ബോധ്യം ഉണ്ടാകുകയും ഒരു കച്ചവടക്കാരൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയെങ്കിലും ഒരു കച്ചവടം ചെയ്യുന്ന ആള് രാവിലെ അയാൾ അങ്ങാടിയിൽ പോയി അയാളുടെ ഹോൾസെയിൽ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്ത് വരുന്ന പ്രയാസം എത്രയാണ്? ഒരിടത്തുനിന്ന് അയാൾക്ക് കിട്ടൂല, വലിയ ഹോൾസെയിലുകൾ പലയിടങ്ങളിൽ കയറി ഇറങ്ങി അയാൾ അതൊക്കെ പർച്ചേസ് ചെയ്ത് ഒരുത്തയിൽ കൂട്ടി അയാളുടെ കടയിൽ എത്തിക്കാൻ എന്ത് പ്രയാസമുണ്ട്. നമ്മൾക്ക് വിൽക്കേണ്ട മുഴുവൻ സാധനങ്ങളും ഒരിടത്ത് പോയി നമുക്ക് പർച്ചേസ് ചെയ്യാം. ആ വാങ്ങുന്ന സാധനങ്ങളോ ഈ തലമുറക്കും വരുന്ന തലമുറക്കും വളരെ പ്രധാനമായി ഉപകാരപ്പെടുന്ന വെൽനസ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ രോഗം വരാതിരിക്കാനുള്ള വഴികൾ അന്വേഷിക്കുക, രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ, അതിനാവശ്യമാവുന്ന പ്രൊഡക്റ്റുകൾ, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമുക്ക് ഒരിടത്ത് പോയിട്ട് പർച്ചേസ് ചെയ്ത് വരാം. ആ പർച്ചേസ് വരുന്നതിന് ഇത്രയൊന്നും ഒരു വെല്ലിങ്ങാടിയിൽ പോയി ഒരാൾ അയാളുടെ കടയിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്ന പ്രയാസം ഇതിനില്ല, ആ ബുദ്ധിമുട്ട് ഇതിനില്ല. ഇന്ത്യ ഷോപ്പ് വഴി തന്റെ വീട്ടിലിരുന്നു കൊണ്ട് അയാൾക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെയുള്ള ഇതിനുള്ള പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളിലേക്കോ അതില്ലെങ്കിൽ എന്റെ അവസ്ഥയിലേക്കോ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിനുള്ള ഒരു പ്രയാസങ്ങൾ എവിടേക്കെങ്കിലും ഉണ്ടോ എന്ന് തെരഞ്ഞു പിടിക്കുന്നത് ഇതിനോടുള്ള ഒരു സ്നേഹക്കുറവാണ്, വേറൊന്നുമല്ല. ഇതിനെ അറിഞ്ഞില്ല, പഠിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ ഇതിനെ പറ്റി പഠിക്കുകയും ഇതിനെ ഇഷ്ടപ്പെടുകയും ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മുടെ തലമുറകൾ രക്ഷപ്പെടുന്ന ഒരു ബിസിനസ് അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾ നമുക്ക് എന്ത് ചെറുപ്പം പലരും നമ്മളും പറയും നമുക്കിത് കഴിയില്ല, അങ്ങനെയൊക്കെ വരുന്നത് ഈ സ്നേഹത്തിന്റെ കുറവ് മറ്റൊരു കാരണം കൂടി നമുക്കുണ്ട്. ഈ അടുത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചൊന്നറിയില്ല, എല്ലാവരും ഓർമ്മയിലുണ്ടാവും. ഒരു പെണ്ണ് സ്കൂൾ വിട്ട് വരുമ്പോ അമ്മയോട് കൂടുതലുണ്ട്, ഓട്ടോറിക്ഷ അറിയുന്നു, ഓട്ടോറിക്ഷ മറിയുന്നു. ഈ അമ്മയുടെ ദേഹത്തേക്കാണ് ഓട്ടോറിക്ഷ മറിയുന്നത്. ഓട്ടോറിക്ഷ മറിഞ്ഞ ഉടനെ ആളെ തിരയടച്ചത് ആ പെൺകുട്ടി 10ാം ക്ലാസ്സിലോ +1 പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു, ഏതൊക്കെ എനിക്ക് ഓർക്കുന്നില്ല. ആ കുട്ടി ചെറിയ കുട്ടിയാണ്. ആ ഓട്ടോറിക്ഷ അങ്ങനെ തന്നെ ആ കുട്ടി ഒറ്റക്ക് പൊന്തിക്കുന്നു, എന്നിട്ട് അമ്മയെ രക്ഷപ്പെടുത്തുന്നു. എന്തതിന്റെ കാരണം? എന്നാ പിന്നെ ആ ഓട്ടോറിക്ഷ പിന്നീട് തറച്ചിട്ട് ഒരു പൊന്തിക്കാനുള്ള ഓട്ടോറിക്ഷ പോന്ന വയ്ക്ക് കാണാം. ആ കുട്ടിക്ക് കഴിയോ പിന്നെ പൊന്തിക്കാൻ? മനുഷ്യനിലുള്ള ആ ഒരു കഴിവ് എന്തുകൊണ്ടാണ്? ആ കുട്ടിയുടെ ലക്ഷ്യം ആ ഉമ്മയെ രക്ഷപ്പെടുത്തലാണ്, അല്ല അമ്മയെ രക്ഷപ്പെടുത്തലാണ്. നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യം, ഒരു ബോധ്യമൊന്നും നമുക്കില്ല. ഇതിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യം, ഒരു ഗോൾ, ഒരു ആഗ്രഹം നമ്മളിലുണ്ടെങ്കിൽ നമുക്കൊരു പ്രയാസം തോന്നൂല, ഒരു ബുദ്ധിമുട്ടും തോന്നൂല. ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ വീട്ടിലെത്തിയിട്ടില്ല. ഇന്നലെ രാവിലെ എന്റെ പ്രിയപ്പെട്ട ഒരു അസോസിയേറ്റ് ഷമീർ സാറിന്റെ കൂടെ കാഞ്ഞങ്ങാടൊക്കെ പോയി അവിടെ തിരിച്ച് കോഴിക്കോട് വന്നു. കോഴിക്കോട് നിന്ന് രാത്രി വന്ന് 2-2:30 മണിയാകുമ്പോഴത്തേക്ക് മാനന്തവാടി വന്നു. മാനന്തവാടി വന്നിട്ട് വീട്ടിൽ പോയില്ല, അവിടെ ഷമീർ സാറിന്റെ കൂടെ നിന്നിട്ട് അവിടുന്ന് ഒരു യാത്രയുടെ ഒരു സങ്കടമോ അല്ലെ യാത്രയുടെ ഒരു ക്ഷീണം ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇതിൽ അങ്ങനെ കുറച്ച് നിന്നപ്പോഴ് ശരിക്കും അധ്വാനിച്ചപ്പോഴീ അടുത്തായി ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആളുകളെ 50 പർച്ചേസ് ചെയ്യിപ്പിക്കാനും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനും എനിക്ക് കഴിഞ്ഞു. സന്തോഷായി. അവര് നല്ല സന്തോഷത്തിലാണെന്ന് അവരുമായി ഇടപെട്ടപ്പോ മനസ്സിലായി. വലിയ ചില ടൂർ കോൺടെസ്റ്റുകൾ വെച്ചപ്പോ അത് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിന് പുറമെ എനിക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച എന്റെ മുമ്പിലത്തെ ആഴ്ച ക്ലോസ് ചെയ്തപ്പോഴാണ് ഞാൻ ZDC-യിലേക്ക് സോണൽ ടീം കോർഡിനേറ്ററിലേക്ക് വന്നത്. മിനി സീലിംഗ് അച്ചീവ്മെന്റ് ആക്കാൻ കഴിഞ്ഞു. 50 ഒക്കെ ഒരു ഗോവ ടൂർ വെച്ച ഒരു ഗോവ ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയും. അതിന്റെ പിന്നാലങ്ങൾ നടന്നപ്പോഴാണ് ഈ യാത്രയോ അല്ലെങ്കിൽ അതിനു വേണ്ടി യാത്രയിൽ വരുന്ന പ്രയാസങ്ങളോ
ഒന്നും ഒരു പ്രയാസമായിട്ടോ വിഷമായിട്ടോ തോന്നാത്ത നമ്മുടെ മുമ്പിൽ വേറെ വലിയ ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടരുണ്ട്. നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സമൂഹമുണ്ട്. അവരിൽ നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മൾക്ക് കാണേണ്ട ഒരു വീടുണ്ട്, നമ്മുടെ വാഹനം മുമ്പിലുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുപോകുമ്പോഴേ ബെന്നി സാർ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെ അനുജൻ എടുത്തു കൊണ്ടുപോകുമ്പോ അങ്ങനെ പോകുന്നുണ്ട്, യാത്ര സുഖാണ്. ഈ കുട്ടിയുടെ ജ്യേഷ്ഠനാണ്, പക്ഷെ അനുജനാണ് എടുത്തു പോകുന്നത്, കനൊക്കുണ്ട്. പോകുന്ന വഴിയിൽ സങ്കടം തോന്നിയ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ ആ കുട്ടിയെ കുറിച്ചെടുത്തതാണ്, വലിയ കനം. എന്നിട്ട് ആ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞെ നീ എങ്ങനെയാ ഇതിനെടുത്ത് ഇങ്ങനെ സ്കൂളിലേക്ക് പോയി നടക്കാൻ കഴിയണെന്ന്. ആ കുഞ്ഞൊറ്റ മറുപടിയെ പറഞ്ഞുള്ളൂ, ഇതെന്റെ ജ്യേഷ്ഠനാണ്. മറ്റേയാൾ എടുത്തത് നമ്മളോട്, നമുക്ക് ഇഷ്ടപ്പെട്ടെടുക്കാൻ കഴിഞ്ഞാൽ ഒരു ഭാരം ഉണ്ടാവില്ല. നമുക്ക് ഭാരം തോന്നുന്നു ഇതിനോട് പലർക്കും. അങ്ങനെ ആരോ നിർബന്ധിച്ചു, അപ്പൊ ഞാൻ കുറച്ച് സാധനം എടുത്തു. അതുകൊണ്ട് ഇങ്ങനെ രാവിലെ തന്നെ പോയപ്പോ വൈകുന്ന കണ്ടപ്പോ അവര് പറഞ്ഞു, ഇനിയും തുടങ്ങിയില്ലേ, എത്ര ആൾ ഇവിടെ ചെയ്തിട്ട് നിർത്തി. എന്നാൽ നമ്മുടെ വാർഡിൽ പോലും ഈ ബിസിനസ് എന്താണെന്നും ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നും ഈ രീതി എന്താണെന്നും അറിയാത്തവരാണ് 90%. പക്ഷെ ഇതിന് മുമ്പിൽപ്പെട്ട ഒന്നോ രണ്ടാൾ പറയുമ്പോഴത്തേക്ക് മൂപ്പരതങ്ങൾ തിരിച്ചു പോലെ വന്നിരുന്ന്, എന്നിട്ട് എന്താ പണി? ഓരോരുത്തർ ആലോചിച്ച പിന്നെ എന്താണ് പണി? ഒരു പണിയില്ലാത്തതിന്റെ പണി, ഒരാഴ്ച പണി കിട്ടിയിട്ട് വേണം 2 ദിവസം ലീവ് എടുക്കാൻ. ആ രീതിയിലാണ് ഉള്ളത്. അവിടെ നമുക്ക് തിരിച്ച് എന്തുകൊണ്ട് ഇവരോട് നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ അടുത്തൊരാളെ തേടി പിടിക്കാം. നമ്മൾ നോക്കൂ, കൈനീട്ടി നടക്കുന്ന ആളുകൾ പോലും നമ്മുടെ മുമ്പിലൊക്കെ എത്ര പ്രാവശ്യം കൈനീട്ടി, നമ്മൾ എത്ര പേര് കൊടുത്തു, അവരെ നിർത്തിയ. ചില പോകുന്ന വഴിയിൽ 10, 15, 20 ആളുകളൊക്കെ കഴിയുമ്പോ ഒരാൾ ഒരു 10 റുപ്യ അല്ലെങ്കിൽ 2 റുപ്യ കൊടുക്കണം. എന്നാലും അവർക്കും ഉണ്ടൊരു ഗോള്. 2 റുപ്യ 5 റുപ്യ ഒന്നും സ്വീകരിക്കാത്ത ആളുകളാണ് ഇപ്പൊ പലപ്പോഴും. അത് കിട്ടിയാലുണ്ട് 5ന്റെ നോട്ടൊക്കെ, 5ന്റെ കോയിനൊക്കെ കൊടുത്താലുണ്ട് അവരൊരു നോട്ടോ, നിന്റെ ഒരു 5ആണിത്. അവർക്കൊരു 10 കുറഞ്ഞൊന്നും സ്വീകരിക്കാത്തല്ലോ. നമ്മൾ അവിടുന്ന് മാറി. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഇതിനൊന്ന് ഇഷ്ടപ്പെടണം. ഇത് നമ്മളുടെ ആവശ്യമാണെന്ന് ബോധ്യം ഉണ്ടാക്കണം. ഇത് നമ്മുടെ ലീഡേഴ്സിൻ്റെതല്ല, നമ്മളെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആളുകളുടേതല്ല, ഇത് നമ്മളുടേതാണ്. അവനവന്റെ ഏർപ്പാടാണ്, അവനവന്റെ ബിസിനസ്സാണ്, അവനവന്റെ ആവശ്യമാണ്, അവനവനാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പൊ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഉള്ള പ്രധാന ഗുണം എന്താ വെച്ചാൽ, ഈ ബിസിനസ്സിനുള്ള ഒരു അവസരം, ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു ഗുണം എന്ന് വെച്ചത്, പ്രത്യേകിച്ച് നമ്മൾ കൂട്ടമായി ചെയ്യുന്നു. ആ കൂട്ടമായി ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രതിഫലം, അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാകും. കൂട്ടമായി നമ്മുടെ എന്ത് ഏർപ്പാടും കൂട്ടമായി ചെയ്യുന്നത്, ആ കൂട്ടത്തിനാണ് പിന്നെ വിജയം ഉണ്ടാകുക. ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ നമ്മൾ കാണുന്നില്ല. ഫുട്ബോൾ കളിക്കുന്നവര് 7 പേര് കളിക്കുമ്പോ 7 ആളും ചെന്നിട്ട് ഗോൾ അടിക്കൂല. ഒരാൾ മറ്റൊരാൾക്ക് പാസ് ചെയ്ത് കൊടുത്തു, അയാൾ മൂന്നാമത്തെ ഒരാൾക്ക് പാസ് ചെയ്തു, മൂന്നാമൻ 4-ാമനിക്ക് പാസ് ചെയ്തു, 4-ാമൻ 5-ാമന് പാസ് ചെയ്തു. 5-ാമനും ചിലപ്പം ഗോൾ അടിച്ചോളുന്നില്ല. അയാൾ പാസ് ചെയ്ത 6-ാമനായിരിക്കും, അതുവരെ ഓടി വരുന്ന 6-ാമനായിരിക്കും ഓടി വന്ന് ഗോൾ അടിക്കുന്നത്. പക്ഷെ വിജയം ആ ടീമിൻ്റെതാണ്. നമ്മൾ അങ്ങനെ എല്ലാവർക്കും പാസ് ചെയ്ത് എല്ലാവർക്കും അതിന്റെ നനവിങ്ങനെ എത്തിച്ചു വരുമ്പോ ആർക്കെങ്കിലും ഒക്കെ നേട്ടം കിട്ടുമ്പോ ആ ടീമിനാണ് ഏറ്റവും നല്ല വിജയം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരു ടീം വർക്കാണ്, ഗ്രൂപ്പല്ല, ടീമാണ്. ഗ്രൂപ്പല്ല എന്ന് പറയുമ്പോ അതൊരു ടീമാണെന്ന് പറയുമ്പോ നമുക്കറിയാം. ചിലപ്പോൾ ഞാൻ വയനാട് എന്ന് പറഞ്ഞല്ലോ, കൽപ്പറ്റയിൽ നിന്നല്ലോ മാനന്തവാടിയിൽ നിന്നോ ഇടുക്കി മുന്നാറിലേക്കൊക്കെ പോകുന്ന KSRTC ബസ്സുകളുണ്ട്. മുന്നാർ കാണാൻ പോകുന്ന ആളുകൾ കോഴിക്കോട് നിന്നും കൽപ്പറ്റയിൽ നിന്നും വയനാട് നിന്നും മാനന്തവാടി നിന്നൊക്കെ ആളുകൾ ആ ബസ്സിൽ കയറും. ആ ബസ്സിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതിനിടയിൽ ഡ്രൈവറും കണ്ടക്ടറും ഇങ്ങനെ പോകുന്ന വഴിയിൽ കുറെ മുന്നാർ ചെല്ലും, കുറെ അതിന്റെ വഴികളിലൊക്കെ അങ്ങനെ ഇറങ്ങും. അങ്ങനെ അങ്ങ് പോകും. അതൊരു ഗ്രൂപ്പായിട്ട് അങ്ങനെ ആ ബസ്സിൽ മൊത്തം ആളുകളൊക്കെ അങ്ങനെ അങ്ങ് പോകും. അതിൽ കുറെ ആളുകൾ അവിടെ എത്തും, കുറെ ആളുകൾ വൈക്കെത്തും, കുറെ ആൾ അങ്ങനെ അങ്ങ് പോകും. അതിലൊരു കാഴ്ചപ്പാടൊന്നും ആർക്കൊന്നുമില്ല. മുന്നാറിലേക്ക് ടിക്കറ്റ് എടുത്ത ആളുകൾ ഇനി പോകണ്ടെന്ന് വെച്ചാൽ വൈക്കിറങ്ങി കഴിഞ്ഞാൽ ഇടുക്കിയിലെത്തേണ്ട ആളുകൾ വൈക്കിറങ്ങി എന്നൊക്കെ വിചാരിക്കാം. അതേ സമയത്ത് കൽപ്പറ്റയിൽ നിന്നൊരു ബസ് പോകുന്നു, ടൂറിസ്റ്റ് ബസ് പിടിച്ച KSRTCന്റെ തന്നെ ടൂറാണ്. ഒരാൾ വന്നു, അയാള് പറഞ്ഞു എന്റെ കൂടെ ആരൊക്കെയാണ് പോരുന്നത്. അയാൾ 45 ആളെ ലിസ്റ്റ് ഉണ്ടാക്കി. ആ 45 ആളെ പേരും അയാളെ കയ്യിലുണ്ട്. ആ 45 ആളെയും കൂട്ടി അയാൾ ഈ ബസ് കയറി.
ബസ് കയറി അവിടെ ഇങ്ങനെ എത്തിയപ്പോ താമരശ്ശേരി എത്തിയപ്പോ ചായ കുടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ ഈ കൊണ്ടുപോകുന്ന ലീഡർ പറഞ്ഞു നമുക്ക് ഇവിടെ ഇറങ്ങാം, എല്ലാവർക്കും ഒരു ചായ കുടിച്ച് തിരിച്ചു കയറാം. 45 അവിടെ ഇറങ്ങി ചായ ഒക്കെ കുടിച്ച് ഒന്ന് റീഫ്രഷ് ചെയ്ത് വീണ്ടും കയറി. അവരങ്ങനെ തന്നെ മുന്നാറിൽ പോയി സുഖസുന്ദരമായി കാഴ്ചപ്പാട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാം ആസ്വദിച്ച് തിരിച്ചവര് വരുന്നു. അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, അവർക്കൊരു ബോധ്യമുണ്ട്, അവർക്ക് ഒരു നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് കൊണ്ടു നടക്കുന്ന ഒരു ലീഡർ കൂടെയുണ്ട്. ആ ലീഡർ മുഴുവനായി അവരനുസരിച്ചു. പിന്നെ തിരിച്ചു വന്നു. ആ ടൂറും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ടൂറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവൂലേ? നമ്മളിലുള്ള ലെവലിൽ പ്രധാനമാണ്. നമ്മളങ്ങനെ ഒരു ലീഡറെ, ആ ലീഡർ നമ്മളെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ നമ്മളെ അവര് അടിമകളെ പോലെ പണിയിപ്പിക്കാൻ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുമ്പോ അയാൾക്കും അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ടീം വർക്കായിട്ട് ചെയ്യുമ്പോ ആ ടീമിനാണ് അതിന്റെ വിജയങ്ങൾ മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ഇതിന്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നത്. ഇതിന് പ്രധാനതാണ് കൂട്ടമായി. എന്ത് ചെയ്യണം? നമ്മൾ അതിന് കൂടെ അനുസരണം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അറബിയിൽ അദബ് എന്ന അനുസരണത്തിന് പറയാ. അത് തിരിച്ചു വെച്ച തുടക്കത്തിലേ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുസരണമുള്ളവരായാൽ, നമ്മളങ്ങനെ കൂട്ടമായി പ്രവർത്തിക്കാൻ കൂടെ നിൽക്കുന്നവരായാൽ, നമ്മൾ പണ്ടേ കേൾക്കുന്ന ചാരിത മുടക്കുന്നു. അപ്പോൾ നമ്മൾ നല്ലവരോട് കൂടെ നിന്നാൽ നല്ല സംസ്കാരവും നല്ല സാമ്പത്തിക നേട്ടങ്ങളും നല്ല സൗകര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ബിസിനസ് അവസരമാണ്, ഒരു കച്ചവടമാണ് നമ്മുടെ മുമ്പിലുള്ളതെന്നുള്ള ബോധ്യാക്കുക. ആളുകൾ നമ്മളോട്, ഈ സ്വന്തക്കാരല്ലേ നമുക്ക് പലപ്പോഴും എതിർപ്പ്. അതിന് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ വളരെ വേണ്ടപ്പെട്ടവര്, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാത്തത് അവർക്ക് നമ്മളോടുള്ള വിഷമല്ല നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ഈ ബിസിനസ് എന്താന്ന് തിരിഞ്ഞിട്ടില്ല. അവർക്ക് എന്താ തിരി പിന്നെന്താണ്, എന്റെ പ്രിയപ്പെട്ടവൻ എന്തെങ്കിലും ഉടായ്പിൽ ചെന്ന് പെട്ടുപോകുമോ എന്ന പേടിയാണ്, എവിടെയെങ്കിലും ചെന്ന് കുടുങ്ങോ എന്നുള്ള പേടിയാണ് അവർക്ക്. അത് നമ്മളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ് അവരുടെ. ആ സ്നേഹമാണ് അതിന് പരിഹാരം. നമ്മൾ അതിങ്ങനെ, ഞാനൊരു കുടുക്കിലല്ല പെട്ടത്, ഞാൻ നല്ല ഒരു സംഭവത്തിലാണ് ചെന്ന് പെട്ടിട്ടുള്ളത്, നല്ലൊരിടത്താണ് വന്നു പെട്ടിട്ടുള്ളത് എന്ന് അവരെ ബോധ്യപ്പെടുത്തല, സാവധാനം ബോധ്യപ്പെടുത്തലേ ഉള്ളൂ. അവരെ നമ്മൾ കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും അവരോട് ദേഷ്യം പിടിക്കാനും പോയാൽ നമ്മളും ഇല്ലാതാവും അവരും ഇല്ലാതാവും. അപ്പൊ അതിനനുസരിച്ച് അതിനുള്ള വഴികൾ ഒരുപാടുണ്ട്. നമ്മളെ പിന്നെ റെസിഡൻസ് പ്രോഗ്രാമുകൾ, മറ്റു പ്രോഗ്രാമുകൾ, GTSകൾ, അതുപോലെ നമ്മുടെ വീടുകളിൽ തന്നെ നല്ല നല്ല പ്രോഗ്രാമുകൾ മെല്ലനെ കുറച്ച് വെച്ച് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അവരാരെയും നമ്മളിങ്ങനെ പ്രയാസപ്പെടുത്ത അല്ലെങ്കിൽ വെറുക്കരുത് അവരെ. ഇവർക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ, എന്റെ കെട്ടിയോന് അല്ലെങ്കിൽ എന്റെ മക്കള് ഏതോ ഉടായിപ്പിച്ചെന്ന്, എന്തോ കമ്പനി ചെന്ന് പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ്, പേടിച്ചിട്ടാണ്. അവർക്ക് നമുക്ക് മനസ്സിലായി, അവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ